കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ഭർത്താവ് ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഒരു മാസത്തിനകം മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇതിനിടയിലാണ് അവരുടെ അറസ്റ്റ് തടയുന്നത്. മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു കേസ്. ഇതിലാണിപ്പോൾ തീരുമാനമുണ്ടാവുന്നത്. തനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്നതാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫർമാൻ കോടതിയെ സമീപിച്ചത്. താനും ഈ പെൺകുട്ടിയും മലയാള സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുകയാണ്. തങ്ങൾ പ്രണയത്തിലാണ്, തങ്ങൾ കേരളത്തിലെത്തി വിവാഹിതരായെന്നും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. അതുകൊണ്ട് തങ്ങൾക്കെതിരെ വ്യാജ കേസാണ്, അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു ഹർജി. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നോട്ട് ടു അറസ്റ്റ് ഉണ്ടാവുന്നത്. വിവാഹ സർട്ടിഫിക്കറ്റും പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ ഈ ഹർജിക്കൊപ്പം ഹാജരാക്കിയിരുന്നു. എന്നാൽ ഹർജി കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കില്ലെന്നായിരുന്നു മധ്യപ്രദേശ് സർക്കാരിൻ്റെ വാദം. ഫർമാൻ ഖാന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഹൈക്കോടതിയിൽ ഹാജരായി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ആരോപിച്ചാണ് പിതാവ് മധ്യപ്രദേശ് പോലീസിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഇതിനിടയിൽ പ്രായപൂർത്തിയായില്ല എന്ന ചില രേഖകളുമൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കൂടി അന്വേഷണം നടന്നിരുന്നു. എന്നാൽ ഫർമാൻ ഖാന്റെ ആരോപണം ഇതെല്ലാം തങ്ങൾക്കെതിരെ ബോധപൂർവമായ നീക്കമാണ്. എന്തായാലും ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് നീക്കം. മധ്യപ്രദേശ് കോടതിയെ സമീപിക്കണമെന്നാണ് ആവശ്യം. കാരണം ഇവിടെ ഈ കോടതിയുടെ പരിഗണനയിലല്ല എന്ന വാദം അതിൽ ഇപ്പോൾ തൽക്കാലം അറസ്റ്റ് തടയുന്നുണ്ടെങ്കിൽ കൂടിയും മധ്യപ്രദേശ് കോടതിയെ സമീപിക്കണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി തീരുമാനമുണ്ടാവുന്നത്. എന്തായാലും ഫർമാൻ ഖാന് തൽക്കാലം ആശ്വാസം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് കോടതി നിരീക്ഷിച്ചത്? ഇതെന്തായാലും ഫർമാൻ ഖാന് തൽക്കാലം ആശ്വാസമാണല്ലോ. തീർച്ചയായിട്ടും സജിത്ത്, കാരണം മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ ഒരു മാസത്തേക്ക് ഫർമാൻ ഖാന്റെ അറസ്റ്റ് ഒരു മാസത്തേക്ക് കോടതി തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവായിട്ടുള്ളത്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നു കേസ്. അതിന് ഫർമാൻ ഖാൻ മധ്യപ്രദേശ് കോടതിയാണ് സമീപിക്കേണ്ടത് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. നേരത്തെയും മധ്യപ്രദേശ് പോലീസ് ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കേരള ഹൈക്കോടതി അല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്, മധ്യപ്രദേശ് കോടതിയാണ് ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് എന്ന് തന്നെയായിരുന്നു മധ്യപ്രദേശ് കോടതി പ്രധാനമായും കേരള ഹൈക്കോടതിയിൽ വാദിച്ചത്. അതേസമയം തന്നെ ഒരു മാസത്തേക്ക് നേരത്തെയും ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെയും ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞിരുന്ന നടപടി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുമ്പോഴാണ് ഒരു മാസത്തേക്ക് ഫർമാൻ ഖാന്റെ അറസ്റ്റ് തടഞ്ഞ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം മധ്യപ്രദേശ് കോടതിയെ സമീപിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഈ കേസ് തീർപ്പാക്കുന്ന നീക്കത്തിലേക്കാണ് കോടതി നീങ്ങിയത്. വൈറൽ താരത്തിന്റെ ഭർത്താവിന്റെ അറസ്റ്റ് തടയുകയാണ് കോടതി. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു കാര്യം കൂടി, ഇതിൽ മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആണല്ലോ ഹാജരായത്. അവരുടെ വാദം എന്തായിരുന്നു? ഇതിൽ കോടതി അവരുടെ വാദങ്ങളെ എത്ര കണ്ട് പരിഗണിച്ചിട്ടുണ്ട്? സജിത്ത്, പ്രധാനമായിട്ടും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഫർമാൻ ഖാൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കേസാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഇവിടുന്ന് വൈറൽ താരവും ഭർത്താവും താൻ പ്രായപൂർത്തിയായതാണെന്ന് തന്റെ ഇഷ്ടപ്രകാരം കേരളത്തിൽ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യവും അവര് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായതിന്റെ രേഖകളും അവര് 18 വയസ്സ് പൂർത്തിയായതിന്റെ രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരുടെ അഡ്വക്കേറ്റ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അത് അവർക്ക് 7 വയസ്സുള്ളപ്പോൾ രജിസ്റ്റർ ചെയ്തിരുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നീട് വോട്ടർ ID-യിൽ ഇവരുടെ പേരുണ്ടായിരുന്നത്, തെരഞ്ഞെടുപ്പിന് ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടായിരുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മതേതരത്തിനപ്പുറത്തേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മതപരമായുള്ള ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ വൈറൽ താരത്തിന്റെ ആരോപണം. അങ്ങനെ തന്നെയായിരുന്നു. താനും ഭർത്താവും ഇവിടെ കേരളത്തിൽ വിവാഹിതരായി ജീവിക്കുന്നു, താൻ പ്രായപൂർത്തിയായ ശേഷമാണ് വിവാഹം കഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. അതേസമയം ഈ വൈറൽ താരത്തിന്റെ ഭർത്താവ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാണ്, അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം നിലനിൽക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ പേരിലാണ് ഈ മധ്യപ്രദേശ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ കോടതിയെ സമീപിക്കുക. പ്രധാനമായിട്ടും മധ്യപ്രദേശ് പോലീസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഇത് ഹൈക്കോടതി അല്ല ഈ കേസ്, കേരള ഹൈക്കോടതി അല്ല ഈ കേസ്
മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെയല്ല ബാധിക്കേണ്ടത്. അത് മധ്യപ്രദേശിന്റെ സംസ്ഥാനത്തെ പോലീസ് നോക്കുന്ന ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ അത് മധ്യപ്രദേശ് പോലീസ് തന്നെ അതിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ തന്നെ ഈ വിഷയം ഹാൻഡിൽ ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഒരു മാസത്തേക്ക് ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഈ വൈറൽ താരത്തിന്റെ ഭർത്താവിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉള്ളതും ഒരു മധ്യപ്രദേശ് കോടതിയെ തുടർ നീക്കങ്ങൾക്കായി ഇദ്ദേഹത്തിന് സമീപിക്കാമെന്നുമാണ് കോടതി ഉത്തരവ്. ശരി, അനിൽ വിളയിൽ ചേരുന്നു, ഹിന്ദു ഐക്യവേദി നേതാവ്. ശ്രീ അനിൽ വിളയിൽ, നിങ്ങളുടെയൊക്കെ നിലപാടിനുള്ള ഒരു തിരിച്ചടിയാണോ കോടതി നിരീക്ഷണം? അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അയ്യോ, താങ്കൾ തെറ്റായിട്ടാണ് ഈ പറയുന്നതെല്ലാം തന്നെ. അത് അറസ്റ്റ് തടഞ്ഞതല്ല, ട്രാൻസിറ്റ് ബെയിലെന്നാണ് സാങ്കേതികമായി നിയമപരമായിട്ട് ഇതിന് പറയുന്നത്. കേരള ഹൈക്കോടതിക്ക് ഈ കേസിൽ ജാമ്യം കൊടുക്കുന്നതിന് പരിമിതി കൊണ്ട് അദ്ദേഹത്തിന് ആ കേസിലെ ഫർഹാൻ ഖാന് മധ്യപ്രദേശിൽ ഹാജരായി ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവിടെ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള സാവകാശത്തിനെയാണ് ട്രാൻസിറ്റ് ബെയിൽ എന്ന് പറയുന്നത്. അല്ലാതെ തടഞ്ഞതൊന്നുമല്ല. അത് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും ട്രാൻസിറ്റ് വേറൊരു സംസ്ഥാനത്തുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസിൽ സാധാരണ കൊടുക്കുന്ന ഒരു ബെയിലിന് പറയുന്ന പേരാണ് ട്രാൻസിറ്റ് ബെയിൽ. അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞതോ ഞങ്ങളുടെ നിലപാടുകൾക്കുള്ള തിരിച്ചടിയൊന്നുമല്ല. മധ്യപ്രദേശ് സർക്കാർ വളരെ വ്യക്തമായ രീതിയിൽ ഇന്നലെ അവിടെ ഹാജരാക്കിയ രേഖകളുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയുടെ ഹാജരാക്കിയിരിക്കുന്നത് വ്യാജമായിട്ടുള്ള ജനനത്തീയതിയാണ്. അതിന്റെ പ്രസവത്തിന്റെ തീയതി കൃത്യമായി ആശുപത്രി രേഖകളിൽ നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ആ വിവാഹം നടന്ന സമയത്ത് ആ കുട്ടിക്ക് 16 വയസ്സും 2 മാസവും 10 ദിവസം മാത്രമേ പ്രായമായിരുന്നുള്ളൂ. അല്ലാതെ ഇത് നിയമപരമായ തിരിച്ചടിയൊന്നുമായിട്ട് അതിനെ കൊട്ടിഘോഷിക്കുന്നത് തെറ്റാണത്. അത് പറയുന്നത്. യെസ്, അങ്ങനെയാവട്ടെ. ഈ ഫർമാൻ ഖാനും ചില രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും അത് മധ്യപ്രദേശ് കോടതി അന്തിമമായി ഇക്കാര്യത്തിൽ പരിശോധന നടത്തും. ആരുടെ രേഖയാണ് കറക്റ്റ് എന്ന കാര്യം പരിശോധന നടത്തുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മധ്യപ്രദേശ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഫർഹാൻ ഖാനും ഇവിടെ ആ കുട്ടിയും ഹാജരാക്കിയ ആ രേഖകൾ തയ്യാറാക്കാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചു എന്നാണ് കേസ് വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ഇവിടെ ഹാജരാക്കിയ രേഖ വ്യാജരേഖ എന്നല്ല പറയേണ്ടത്. ആ ഹാജരാക്കിയ രേഖ തയ്യാറാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നാണ് കേസ് വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ കുട്ടിയുടെ ഇവിടെ ഹാജരാക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റ് പട്ടികവർഗ കമ്മീഷന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. കൃത്യമാണ്. ആശുപത്രിയിൽ വർഷങ്ങളായി സൂക്ഷിക്കുന്ന രേഖയാണ് പ്രസവത്തിൻ്റെത്. പ്രസവങ്ങളുടെ രേഖയുണ്ട്, രജിസ്റ്റർ ഉണ്ട്. ആ രേഖ അനുസരിച്ചുകൊണ്ട് ഈ കുട്ടി മൈനറാണ്. വളരെ വിശദമായിട്ടുള്ള ആ റിപ്പോർട്ടുണ്ട് ആശുപത്രിയിലെ രേഖ. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, പ്രസവിച്ച സമയത്തെ കുട്ടിയുടെ തൂക്കം, ഗർഭം, എത്ര മാസം പ്രായമുള്ള ഗർഭമായിരുന്നു, ആദ്യ പ്രസവമാണോ സിസേറിയൻ ആണോ തുടങ്ങിയ സർവ്വ രേഖകളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അയാൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം അങ്ങ് കൊടുത്താൽ പോരായിരുന്നു. ഇത് അതല്ല. മധ്യപ്രദേശ് ഹൈക്കോടതിയോ മധ്യപ്രദേശിലെ ജില്ലാ കോടതിയോ സമീപിച്ച് ജാമ്യം എടുക്കാൻ വേണ്ടി 1 മാസം സാവകാശം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആർക്കും തിരിച്ചടിയല്ല. ഇത് കൃത്യമായ രീതിയിലുള്ള വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു കേസ് തന്നെയാണെന്ന് വരും ദിവസങ്ങളിൽ തെളിയും. അതാണ് യാഥാർത്ഥ്യം. വ്യാജരേഖയാണോ അല്ലയോ എന്ന കാര്യം കേരള ഹൈക്കോടതി എന്തായാലും നിരീക്ഷിച്ചിട്ടില്ല. മറിച്ച് അവിടെ മറ്റേ ഹൈക്കോടതി മധ്യപ്രദേശിക്ക് പോകാനുള്ള ഒരു സാവകാശമാണ് കൊടുത്തത്. കാരണം ട്രാൻസിറ്റ് ബെയിൽ, അതാണ് സാങ്കേതിക വാക്ക്. ട്രാൻസിറ്റ് ബെയിലാണ് അനുവദിച്ചിരിക്കുന്നത്. അത്രയും ദിവസത്തേക്ക് അയാളെ അറസ്റ്റ് ചെയ്തത്. അതാണ് അതിന്റെ നടപടി. ശരി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഫർമാൻ ഖാന്റെ ആവശ്യം മുൻകൂർ ജാമ്യമായിരുന്നു. തനിയെ അറസ്റ്റ് ചെയ്തത്, തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. ഇതിനെതിരെയാണ് മധ്യപ്രദേശ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണിപ്പോൾ തീരുമാനമുണ്ടാകുന്നത്. എന്തായാലും 1 മാസത്തേക്ക് അറസ്റ്റ് നടക്കില്ല എന്നുറപ്പാണ്. അതിനിടയിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാവകാശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഫർമാൻ ഖാൻ അടക്കം അവകാശപ്പെടുന്ന രേഖകൾ കോടതിയിൽ ഹാജരാക്കാം. അതിനനുസരിച്ച് മധ്യപ്രദേശ് കോടതിയുടെ തീർപ്പാണ് ഉണ്ടാവുന്നത്. തനിക്കെതിരെ ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നു എന്നതാണ് ഫർമാൻ ഖാൻ ഉന്നയിക്കുന്ന ആക്ഷേപം. മറിച്ച് വ്യാജരേഖ ചമച്ചില്ല എന്ന് തുടങ്ങിയ വാദങ്ങളൊക്കെയുണ്ട്. എന്തായാലും കോടതി ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കട്ടെ. അതിൽ തുടർ നീക്കങ്ങൾ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.